सर्वं करोतु कल्याणम् आरोग्यं धनसम्पदः लक्ष्मीः कौस्तुभपारिजातकसुरा धन्वन्तरिश्चन्द्रमा धेनुकामदुघा सुरेश्वरगजो ब्रह्मादिदेवाङ्गन अश्वः सप्तमुखो विषं हरिधनु शङ्खो मृतं चाम्बुधे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्. ഇന്ന് കേരളത്തിൽ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ ചികിത്സ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയായും അല്ലെങ്കിൽ ഔഷധ സേവയായിട്ടും ഇന്ന് ശീലിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. കൊല്ലം തോറും കൂടുതൽ ആൾക്കാർ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് ഈ കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യം? ആയുർവേദ ശാസ്ത്രപ്രകാരം നോക്കുകയാണെങ്കിൽ ദിനചര്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഋതുചര്യയാണ്. ഋതുചര്യ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പകലും രാത്രിയുമുണ്ട്. ഒരു മാസം എന്ന് പറഞ്ഞാൽ കറുത്ത പക്ഷവുമുണ്ട്, വെളുത്ത പക്ഷവുമുണ്ട്. അത് കറുത്ത അമാവാസ്യയുമുണ്ട്, വെളുത്ത അമാവാസ്യയുമുണ്ട്. അതിന് 15 ദിവസങ്ങൾ കൂടുമ്പോൾ. ഒരു വർഷം എന്ന് പറയുമ്പോൾ ഉത്തരായണമെന്നും ദക്ഷിണായനമെന്നുമുണ്ട്. ഈ ഉത്തരായണവും ദക്ഷിണായനവും തമ്മിൽ 6 ഋതുക്കളായിട്ട് മാറിയിട്ടുണ്ട്. 6 ഋതുക്കൾ എന്ന് പറയുന്നത് ശിശിരം, വസന്തം, ഗ്രീഷ്മം, ശരത്ത്, വർഷം, ഹേമന്തം. അങ്ങനെ 6 ഋതുക്കളായിട്ടാണ് പറയുന്നത്. പക്ഷേ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഹേമന്തവും വളരെയധികം വസന്തവും നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് മൂന്നാറിലും അതുപോലെ തന്നെ കുറച്ച് സമയം വയനാട്ടിലും ലഭിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് നമുക്ക് 4 ഋതുക്കളാണ് ഇവിടെ കൂടുതൽ ലഭിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ കിടിക്കുന്നത് വർഷകാലവും ഗ്രീഷ്മകാലവുമാണ്. അതായത് വേനൽക്കാലവും വർഷകാലവുമാണ്. അപ്പോൾ നമുക്കിതിൽ ഉത്തരായണം എന്ന് നോക്കുമ്പോൾ ഉത്തരായണം എന്ന് പറയുന്നത് മകരം 1-ാം തീയതി കൃത്യമായി ഉത്തരായണം തുടങ്ങുകയാണ്. അവിടെ അന്ന് കാണുന്ന സൂര്യൻ കിഴക്ക് ഉദിച്ച് തെക്ക് ഭാഗത്ത് കാണുന്നു. ആ തെക്ക് ദിശയിൽ നിന്ന് ആ ആയനം പതുക്കെ വടക്കോട്ട് പോകുന്നതുകൊണ്ടാണ് അതിനെ ഉത്തരായണം എന്ന് പറയുന്നത്. ഈ ഉത്തരായണ കാലത്തിൽ ആയുർവേദത്തിൽ പറയുന്നത് സൂര്യൻ ഏറ്റവും അധികം ബലമുള്ള കാലമാണത്രേ. സൂര്യനുമായി ഏറ്റവും അടുത്ത് ഭൂമി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടായിരിക്കാം വളരെയധികം ശക്തമായ ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈ ചൂട് ലഭിക്കുന്ന സമയത്ത് എന്തുണ്ടാകും? 6 രസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പറയാം, നമുക്ക് കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് എന്തെല്ലാം രസങ്ങളാണ് കിട്ടുക? ഒന്ന് മധുരരസം, അല്ലെങ്കിൽ പുളിരസം, ഉപ്പ് രസം, കയ്പ്പ് രസം, ചവർപ്പ് രസം, എരിവ് രസം. ഈ 6 രസങ്ങളാണ്. പക്ഷേ ഈ ഉത്തരായണ കാലത്തിൽ മാത്രം അതിന് ആദാനം എന്നുകൂടിയും പറയുന്നുണ്ട്. അതായത് ശരീരത്തിന് എപ്പോഴും ഇമ്മ്യൂൺ കപ്പാസിറ്റി, പ്രതിരോധ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ആയുർവേദ ആചാര്യൻ ഈ ഉത്തരായണത്തിന് വിശേഷിച്ചിരിക്കുന്നത്. എന്താണ് അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ചൂടും വളരെയധികം ശക്തമായ ചൂടും അതുപോലെ തന്നെ കാറ്റും കിഴക്കൻ കാറ്റ് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ 3 രസങ്ങൾ, തിക്ത ഊഷ്ണ കഷായങ്ങൾ, അതായത് കയ്പ്പ്, ചവർപ്പ്, എരിവ്, ഈ 3 രസങ്ങൾക്കാണ് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന ആഹാരങ്ങളിലാണെങ്കിലും പച്ചക്കറിയിലാണെങ്കിലും മാംസങ്ങളിലാണെങ്കിലും ശരീരത്തിലെല്ലാം ഈ 3 രസങ്ങൾക്കാണ് പ്രാധാന്യം ഉണ്ടാവുക എന്നാണ് ആചാര്യൻ സൂചിപ്പിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, പ്രത്യേകിച്ച് ഈ തിക്ത ഊഷ്ണ കഷായങ്ങൾ, ചവർപ്പ്, കയ്പ്പ്, എരിവ്, നമ്മളിപ്പോൾ വളരെയധികം ഈ വർഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും കൂടുതൽ പലപ്പോഴും നമ്മൾ എരിവൊക്കെ വളരെയധികം കഴിക്കുന്ന ഒരു സമയമാണ്.
ആ കഴിക്കുന്ന സമയം കൊണ്ട് എന്തുണ്ടാകുന്നു? ശരീരത്തിന് കുറേ കൂടിയും ക്ഷീണം സംഭവിക്കുന്നു. ആ ശരീരം അതുകൊണ്ടാണ് ആധാനകാലം എന്ന് പറയുന്നത്. അത് സൂര്യൻ എവിടെ നിന്ന് വന്ന് അങ്ങനെ വന്നതിന് ശേഷം മകരം 1-ാം തീയതി കഴിഞ്ഞതിന് ശേഷം കൃത്യം ഈ മിഥുനം ഇടവം മിഥുനം 31-ാം തീയതി ഇത് ഉത്തരായണം അവസാനിക്കുകയാണ്. കർക്കിടകം 1-ാം തീയതി മുതൽ അതായത് സൂര്യൻ കിഴക്ക് ഉദിച്ച് തെക്ക് ഭാഗത്ത് നിന്ന് വടക്കോട്ട് അതിൻ്റെ ദൃശ്യം കാണുന്നതുകൊണ്ടാണ് അതിനെ നമുക്ക് എപ്പോഴും ദക്ഷിണായനം അതിന് പറയുന്നത്. അത് ദക്ഷിണായനത്തിനൊരു പ്രത്യേകത ആയുർവേദ ആചാര്യം പറയുന്നത് ഇത് വിസർഗകാലമാണ്. എന്തുകൊണ്ട് ഇതിനെ വിസർഗകാലം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമായിട്ട് വളരെയധികം തണുവും ചന്ദ്രനുമായി അടുത്തു പോകുന്ന സമയമായതുകൊണ്ട് സിദ്ധഗുണങ്ങൾക്ക് വളരെയധികം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉത്തരായണത്തിൽ നിന്ന് ദക്ഷിണായനത്തിൽ വരുമ്പോൾ കർക്കിടകം 1-ാം തീയതി നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താണ്? ഞവര. അതായത് കർക്കിടകക്കഞ്ഞിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അരി എന്ന് പറഞ്ഞാൽ ഞവരയാണ്. ഞവര എന്ന് പറഞ്ഞാൽ ഷാഷ്ടികം എന്നാണ് പറയുന്നത്. ആ ഞവരയ്ക്കൊരു പ്രത്യേകത പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ത്രിദോഷങ്ങൾ വാദം പിത്തം കഫത്തിനെ ഒരുപോലെ ശമിപ്പിക്കാൻ കഴിയാൻ പറ്റുന്ന ഏറ്റവും നല്ല ആഹാരം അരി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഷാഷ്ടികമാണ്. അതായത് ഞവര അരിയാണ്. ആ ഞവര അരിയോടുകൂടി തന്നെ അഗ്നിദീപ്തി ഉണ്ടാക്കാനായിട്ട് പഞ്ചകോലം ചേർക്കുന്നു. ചുക്ക്, കുരുമുളക്, തിപ്പലി, കാട്ടുതിപ്പലി, കൊടുവേരി എന്ന് ചേർന്നിട്ട് പഞ്ചകോലവും ചേർത്തുകൊണ്ട് ദശപുഷ്പങ്ങൾ 8-10 പുഷ്പങ്ങൾ ആ കാലഘട്ടത്തിന് മുക്കൂറ്റി കറുക അങ്ങനെ ഉണ്ടാകുന്ന 10 പുഷ്പങ്ങളൂടി ചേർത്തുകൊണ്ട് കഞ്ഞി വെച്ച് ആ കഞ്ഞിയിൽ നെയ്യ് സ്വല്പം വെളുത്തുള്ളിയും ചേർത്ത് ചൂടാക്കി നമ്മൾ അതിനോടൊപ്പം കഴിഞ്ഞ് സ്വല്പം തേങ്ങാപ്പാൽ കൂടി ചേർക്കുമ്പോൾ എന്തുണ്ടാകുന്നു? സ്വാദു അമ്ല ലവണം, മധുരം അമ്ല ലവണം കൂടിയിട്ടുണ്ടാകുന്ന ഔഷധം നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ എന്തുണ്ടാകുന്നു? ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും ശമിക്കുകയും അതിനോടൊപ്പം തന്നെ ശരീരപുഷ്ടി ഉണ്ടാകുകയും നമ്മുടെ ഇമ്മ്യൂൺ കപ്പാസിറ്റി കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഷാഷ്ടികത്തിന് ഇന്ന് അടുത്ത കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞവര അരിക്ക് അടുത്ത കാലത്ത് തന്നെ റിസർച്ച് പേപ്പറിൽ പറയുന്നത് നമ്മൾ കുറച്ചു കാലെങ്കിലും ഞവര അരി കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ വരെ തടയുവാൻ സാധിക്കുമെന്ന് റിസർച്ച് പേപ്പറുകൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്ന വിധം പറയാം. നമുക്ക് ഏകദേശം 1 ബൗൾ ഞവരയരിക്ക് 1/2 ലിറ്ററോളം വെള്ളമാണ് വേണ്ടത്. അതിനകത്ത് നമ്മൾ 1 ടീസ്പൂൺ മരുന്ന് പൊടി ചേർക്കുന്നു. ഈ ഔഷധപ്പൊടിയിൽ ചുക്ക്, മുളക്, തിപ്പലി, അതേപോലെ തന്നെ ദശപുഷ്പങ്ങൾ തുടങ്ങിയ മരുന്നുകളാണ് ഉൾപ്പെടുന്നത്. ഇത് മഴക്കാലത്തുണ്ടാകുന്ന വയറിളക്കം അതേപോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഉപകരിക്കുന്നു. നമ്മൾ ഔഷധ ചൂർണം ഇട്ടതിന് ശേഷം 1 ബൗൾ ഞവരയരി വെള്ളത്തിൽ ചേർക്കുന്നു. ഏകദേശം അരമണിക്കൂർ കൊണ്ട് ഞവരയരി വെന്ത് വരും. ഞവരയരി വെന്ത ശേഷം 1 ബൗൾ തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാലിന് പകരം ശുദ്ധമായ പശുവിൻ പാലുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. നമ്മുടെ ദഹനശക്തിക്ക് അനുയോജ്യമായി എളുപ്പം ദഹിക്കുന്ന രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു ഭക്ഷണമാണ് ഔഷധക്കഞ്ഞി. ഔഷധക്കഞ്ഞി നിർമ്മാണം ഇത്രയും ഉള്ളൂ. പക്ഷെ നമുക്ക് രുചിക്കായിട്ട് വേണമെങ്കിൽ ചെറിയ ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് ഔഷധക്കഞ്ഞിയിൽ ചേർക്കാവുന്നതാണ്. നെയ്യ് ചൂടാക്കിയ ശേഷം 2 സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത് അതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഉള്ളി മൂത്ത ശേഷം നമുക്കത് കഞ്ഞിയിലേക്ക് പകരാം.
തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കഞ്ഞി അധികം തിളയ്ക്കാൻ പാടില്ല, കാരണം തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയേ ചെയ്യാവുള്ളൂ. ഇപ്പോൾ കർക്കിടക കഞ്ഞി തയ്യാറായി. ഏത് പ്രായത്തിലുള്ളവർക്കും ദഹനത്തിന് ദോഷം വരാതെ ആരോഗ്യം നിലനിർത്താനായിട്ട് മഴ ശക്തമായി പെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഈ കഞ്ഞി കുടിക്കാവുന്നതാണ്. വളരെയധികം പുഷ്ടിയുള്ള ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് വിസർഗകാലമായിട്ട് ആരോഗ്യത്തിന് പ്രധാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആഹാരത്തിൻ്റെ ഒരു ഭാഗത്തോടൊപ്പം തന്നെ കർക്കിടക ചികിത്സയും പ്രാധാന്യമാണ്. അപ്പോൾ കർക്കിടകം 1-ാം തീയതി മുതൽ കേരളത്തിൽ എല്ലാവരും ഒരു കർക്കിടക ചികിത്സ അല്ലെങ്കിൽ ശരീര ശുദ്ധി വരുത്തുന്ന ഒരു ചികിത്സാ രീതി ഇന്ന് കേരളത്തിൽ മുൻകാലങ്ങളിൽ തന്നെ നമ്മുടെ വൈദ്യന്മാർ അനുഷ്ഠിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്ന് കർക്കിടക കഞ്ഞി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇൻക്ലൂഡിങ് കുടുംബശ്രീക്കാർ വരെ ഇന്ന് കഞ്ഞിക്കൂട്ടും, എല്ലാ അമ്പലങ്ങളിൽ വരെ ഇന്ന് കഞ്ഞിക്കൂട്ട് നൽകുന്ന കാലഘട്ടമാണ്. ഈ കർക്കിടക കഞ്ഞിക്കൂട്ടും അതുപോലത്തെ രാമായണവും കർക്കിടക ചികിത്സയും അനുഭവിച്ചാൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് അസുഖം വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും നല്ല ഒരു ചികിത്സാ രീതിയാണ് കർക്കിടക കഞ്ഞിയും കർക്കിടക ചികിത്സാ രീതിയും. കേരളത്തിൽ തന്നെ പല ഭാഗത്തും ഈ ഔഷധക്കഞ്ഞിയിൽ പലതരം ഔഷധങ്ങളിട്ടാണ് അതിൻ്റെ കൂട്ട് തയ്യാറാക്കിയിരുന്നത്. ഇതിൻ്റെ തത്വം എന്ന് പറയുന്നത് ഓരോരോ സ്ഥലങ്ങളിലും അതാത് കാലാവസ്ഥകളിൽ ലഭ്യമാകുന്ന ഔഷധങ്ങളെ ഉപയോഗിക്കണം എന്നുള്ള ഒരു സിദ്ധാന്തം ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞി കേരളീയർക്ക് വളരെ സുപരിചിതമാണ്. വിവിധ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന കഞ്ഞിയുടെ ചേരുവകൾ രോഗമുള്ളവരിലും രോഗമില്ലാത്തവരിലും വ്യത്യസ്തമാണ്. രോഗമുള്ളവരിൽ തന്നെ രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് ഔഷധങ്ങൾ ചേർക്കുന്നത്. ദശമൂലം ചേർത്തും കുറുന്തോട്ടി ചേർത്തും ദശപുഷ്പം ചേർത്തും കഞ്ഞി തയ്യാറാക്കാറുണ്ട്. ഔഷധയോഗ്യ ഭാഗമായി വേരുകൾ ഉപയോഗിക്കുന്ന 10 സസ്യങ്ങളാണ് ദശമൂലം. ഇവ കൂടാതെ ദശപുഷ്പം എന്നറിയപ്പെടുന്ന 10 സസ്യങ്ങളുടെ ഇടിച്ചു പിഴിഞ്ഞ നീര് ചേർത്തും ഇവ ഉണക്കിയ പൊടി ചേർത്തും കഞ്ഞി തയ്യാറാക്കാറുണ്ട്. ഇവയിൽ ചില സസ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ദശമൂലത്തിൽ ഉൾപ്പെടുന്ന മുഞ്ഞ എന്ന ഔഷധ സസ്യമാണിത്. നീരും വേദനയും കുറയ്ക്കാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഉത്തമം. നമ്മുടെ പറമ്പുകളിൽ സുലഭമായി കാണുന്ന ഓരിലയാണിത്. സംസ്കൃതത്തിൽ ഇതിനെ സ്ഥിര എന്ന് വിളിക്കും. പേര് പോലെ തന്നെ ശരീരത്തിന് ബലം കൊടുക്കുന്നതും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും നല്ലതാണ്. മലയാളിക്ക് വളരെ സുപരിചിതമായ പേരാണ് മുക്കുറ്റി. തിരുവാതിര നാളുകളിൽ തലയിൽ ചൂടാനായിട്ട് ദശപുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കും പ്രസവരക്ഷയ്ക്കുള്ള കുറുക്കുമരുന്നുകളിൽ ആരോഗ്യം വീണ്ടെടുക്കാനായി ഉപയോഗിക്കാറുണ്ട്. നമുക്ക് വളരെ പരിചിതമായ പൂവാങ്കുരുന്നിലയാണിത്. പനിക്ക് വളരെ വിശിഷ്ടമായ ഒരു ഔഷധമാണ്.
ഇതിൻ്റെ പൂവ് തലയിൽ ചൂടുന്നത് പോലും തലവേദനയ്ക്ക് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. ദശപുഷ്പങ്ങളിലൊന്നായ കയ്യോന്നി ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. കേശവർദ്ധനത്തിനായി ഉപയോഗിക്കുന്നതിന് പുറമെ കരൾ സംബന്ധമായ രോഗങ്ങൾക്കും കുട്ടികൾക്ക് കൺമഷി ഉണ്ടാക്കാനായും ഇത് ഉപയോഗിക്കാറുണ്ട്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ചെറുളയാണിത്. ദശപുഷ്പങ്ങളിലൊന്നാണ്. ദശപുഷ്പങ്ങളിലൊന്നായ നിലപ്പനയാണിത്. ഔഷധയോഗ്യമായ ഭാഗം ഇതിൻ്റെ കിഴങ്ങാണ്. സംസ്കൃതത്തിൽ ഇതിനെ മുസളി എന്ന് പറയും. അതായത് മുസളത്തിൻ്റെ ആകാരം, കലപ്പയുടെ രൂപം ഇതിൻ്റെ കിഴങ്ങിനുള്ളത് കൊണ്ടാണ് ഇതിനെ മുസളി എന്ന് പറയുന്നത്. ധാതുപുഷ്ടിക്കായിട്ടും വാജീകരണത്തിനായിട്ടും ഇതിൻ്റെ കിഴങ്ങ് ഉപയോഗിക്കാറുണ്ട്. ക്ഷുതൃഷ്ണ ഗ്ലാനി ദൗർബല്യ കുക്ഷിരോഗ ജ്വരാപഹ മലാനുലോമനി പഥ്യ പേയ ദീപനപാചനി എന്നാണ് കഞ്ഞിയുടെ ഔഷധ ഗുണങ്ങളെ ആയുർവേദത്തിൽ വിവരിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ വിശപ്പ്, ദാഹം, നമ്മൾ വയറിൽ അനുഭവപ്പെടുന്ന അസ്വാസ്ഥ്യങ്ങൾ, ഇതിനെയെല്ലാം സമീകരിച്ച് ദഹനശക്തിയെയും കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് പോഷണങ്ങളെ ശരീരത്തിന് വലിച്ചെടുക്കാനുള്ള ആ കഴിവിനെയും വർദ്ധിപ്പിച്ചുകൊണ്ട് പനി, മഴക്കാലത്ത് നമ്മൾ സ്ഥിരമായി അനുഭവപ്പെടുന്ന മറ്റ് അസ്വാസ്ഥ്യങ്ങൾ, ഇതിനെല്ലാം വരാതെ ശരീരത്തെ കാത്തുരക്ഷിക്കാനുള്ള ഒരു ഔഷധം തന്നെയാണ് കർക്കിടകത്തിൽ നമ്മൾ സേവിക്കുന്ന കഞ്ഞി. കർക്കിടക ചികിത്സയാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ പഞ്ചകർമ്മ ചികിത്സേൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇലക്കിഴിയാണ്. ഇതൊരു വേർപ്പിക്കൽ ട്രീറ്റ്മെൻറ്റാണ് പഞ്ചകർമ്മയിൽ ചെയ്യുന്നത്. ഇലക്കിഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളെക്കുറിച്ച് ഞങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: നല്ലെണ്ണ, നാളികേരം, ആവണക്കിൻ്റെ ഇല, കരുനച്ചി ഇല, സഹചരത്തിൻ്റെ ഇല, പുളിയില, എരിക്ക ഇല, വാതക്കൊള്ളി ഇല. ഇതല്ലാതെ മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, റാസ്നാപ്പൊടി, ശതകുപ്പപ്പൊടി, പിന്നെ നാരങ്ങ. നമ്മൾ സാധാരണ ഇലക്കിഴി ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ്. ആദ്യമായിട്ട് എള്ളെണ്ണ എടുത്ത് പകുതി എള്ളെണ്ണ, 50 മില്ലി എള്ളെണ്ണ എടുത്തതിൽ പകുതി ആദ്യം ഉരുളിയിലോട്ട് ഇടുന്നു. അടുത്തതായിട്ട് നാരങ്ങ, ഈ എണ്ണയിൽ നാരങ്ങ നന്നായി വെന്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇലകളെല്ലാം അതിലോട്ട് ചേർക്കുക. ഇതിൽ പുളിയില മാത്രം ലാസ്റ്റ് ചേർക്കണം. എന്തെന്നാൽ ആദ്യം തന്നെ ചേർത്താൽ ഇത് വെന്തു പോകും. ഇലകളൊക്കെ വാടാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള എണ്ണയും കൂടി അതിലോട്ട് ഒഴിക്കുക. ഇപ്പോൾ പുളിയിലയും കൂടി ഇടുക. ഇലകളെല്ലാം വാടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിലോട്ട് ഇടണം. നാളികേരം,
സൈന്ധവലവണം, ശതകുപ്പ, രാസ്നാചൂർണം, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഇലകളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതല്ലാതെ ഇലകൾ വാടിയിട്ടുമുണ്ട്. അപ്പോൾ കിഴി കെട്ടാൻ ഇത് സിദ്ധമാണ്. കിഴി കെട്ടാനുള്ള തുണി 18x18 ഇഞ്ചിൻ്റെ ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുക്കുക. അതിലേനെ കിഴി കെട്ടാൻ നോക്കാം. അടുത്തതായിട്ട് ഇതിന് 4 കോണുകളും പിടിച്ച് കിഴി കെട്ടും. സാധാരണ ഒരു കിഴിയുടെ ഭാരം 250 ഗ്രാംസിനും 300 ഗ്രാംസിൻ്റെ നടുക്കായിരിക്കും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പേഷ്യൻറ്റിന്, ഒരു രോഗിയെ ആദ്യം ശരീരം മുഴുവനും എണ്ണ തേപ്പിക്കും. എണ്ണ തേപ്പിച്ച് കഴിഞ്ഞിട്ട്, അതെന്ന് പറഞ്ഞാൽ അഭ്യംഗമാണ് ആയുർവേദത്തിൽ പറഞ്ഞാൽ. അഭ്യംഗം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കിഴികളെ എണ്ണയിൽ മുക്കിയിട്ട് അതിൻ്റെ ചൂടാണ് ശരീരത്തിൻ്റെ മുകളിൽ കൊടുക്കുക. ഇലക്കിഴി സാധാരണമായിട്ട് അസ്ഥിസമ്പന്നമായ രോഗങ്ങൾക്കും ഇലക്കിഴി ഫലപ്രദമാണ്. പ്രധാനമായിട്ടും പക്ഷാഘാതം, സന്ധിഗതവാതം, വാതരക്തം മുതലായ അസുഖങ്ങൾക്ക് ഇലക്കിഴി വളരെ ഫലപ്രദമാണ്. കർക്കിടക മാസം അടച്ച് മഴ പെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കൃഷി ചെയ്യുന്നവർക്ക് കൃഷിപ്പണിക്ക് പോകാൻ വയ്യാത്തൊരു കാലഘട്ടമായിരുന്നു. അതുപോലെ കലവറകളൊക്കെ വറ്റിയിരിക്കുന്ന ഒരു സമയം. അതുകൊണ്ട് ഒരു ദരിദ്രമാസം എന്ന് വേണം ഇതിനെ പറയാൻ. അത് കഴിഞ്ഞ് സമൃദ്ധിയുടെ ഓണക്കാലം, ചിങ്ങമാസമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അതിന് ഒരേ മനസ്സോടുകൂടി വേണം അതിനെ സ്വീകരിക്കാൻ എന്നാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളും ആയുർവേദവും പറയുന്നത്. സമ്പദ് വിപത്സു ഏകമനാഹ എന്നാണ് വാഗ്ഭടാചാര്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് ചുരുക്കത്തിൽ പറയുന്നത്. ഒരു ദുഃഖം വരുമ്പോഴും ദാരിദ്ര്യം വരുമ്പോഴും അതേസമയം സമൃദ്ധി വരുമ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് ധർമ്മബോധമാണ്. രാമായണത്തിൽ ഊന്നി പറയുന്നത് ധർമ്മത്തെയാണ്. ശ്രീരാമൻ സാക്ഷാത് ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. അതുകൊണ്ട് ഈ ധർമ്മബോധത്തെ ഉണർത്തിയെടുക്കുവാനും അത് സംരക്ഷിക്കുവാനും വേണ്ടി രാമായണ വായന പ്രാധാന്യമർഹിക്കുന്നു. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ ഈ നാലമ്പലം ദർശനം, അതുപോലെ നിരന്തരമായിട്ടുള്ള രാമായണ വായന മുതലായ കാര്യങ്ങളെ പൂർവാചാര്യന്മാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. सर्वेषां शान्तिर्भवतु, सर्वेषां शान्तिर्भवतु, सर्वेषां पूर्णं भवतु, सर्वेषां पूर्णं भवतु, सर्वेषां मङ्गलं भवतु, सर्वे भवन्तु सुखिनः।